Good morning to all. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ആണ്. ഈ പേര് പറയുന്നത് പോലെ തന്നെ എന്താണ് റെക്കോർഡ്സ്? ആക്ച്വലി റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്. അതായത് ഒരു ഇൻഫോർമേഷൻ, മാക്സിമം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് റെക്കോർഡ്സിൽ നമ്മൾ കാണുന്നത്. ആ റെക്കോർഡ്സിൽ ഇൻഫോർമേഷൻസ് മാത്രം കളക്ട് ചെയ്യല്ല, മറിച്ച് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ആയിട്ടാണ് നമ്മൾ റെക്കോർഡ്സ് എപ്പോഴും സൂക്ഷിക്കുന്നത്. ഇവിടെ റെക്കോർഡ്സിൽ യൂഷ്വലി നമ്മളൊരു ആക്യുറേറ്റ് അക്കൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ആണ് നടത്തുന്നത്. അപ്പം റെക്കോർഡ് എന്താണെന്ന് അറിഞ്ഞു. ഇനി എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്? നമുക്ക് ക്യുമുലേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത്? ഒരു അഡിറ്റീവ് ആണ്. അതായത് കുറെ ആഡപ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് റെക്കോർഡ് പേര് പറയുന്ന പോലെ തന്നെ കുറെ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു സ്കൂളിലെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ എന്തൊക്കെ വിവരങ്ങൾ അറിയാൻ പറ്റുമോ അതെല്ലാം ചേർത്ത ഒരു റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇപ്പൊ നിങ്ങളൊക്കെ നേരത്തെ പ്രസന്റ് ചെയ്ത റെക്കോർഡുകൾ, സിംഗിൾ ആയിട്ടുള്ള കുറെ റെക്കോർഡുകൾ പറഞ്ഞില്ലേ, അതിനൊക്കെ കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ സിംഗിൾ ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടോ അതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് ആ കുട്ടിയുടെ ദിവസങ്ങളോടുകൂടിയുള്ള ഒരു പ്രോഗ്രസ് നോക്കുന്നുണ്ട്, മാസങ്ങളോളം ഉള്ളതും നോക്കുന്നുണ്ട്, ഇയർ വൈസും അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിനെ കുറിച്ച് സെക്കൻഡറി എഡ്യൂക്കേഷൻ പറയുന്നത് This should be a common feature of all schools all over the country. അതായത് എല്ലാ സ്കൂളിലും, രാജ്യത്തെ എല്ലാ സ്കൂളിലും ഇത് കോമൺ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒന്നായിട്ടാണ് പറയുന്നത്. ശരി, ഇനി ഇതിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആയി? ഇപ്പൊ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു കുറേ റെക്കോർഡുകൾ ചേർന്നാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് ഉണ്ടാവുന്നത്. അപ്പൊ എന്തൊക്കെ റെക്കോർഡുകൾ ചേർന്നാണ് ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ, ആദ്യം ഇമേജിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഓരോ സ്ലൈഡ് പോകുമ്പോഴും നിങ്ങൾ ഇമേജ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പേഴ്സണൽ ഡാറ്റ, നമ്മൾ ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ പേഴ്സണൽ ഡാറ്റ ചോദിക്കും. അതായത് നമ്മൾ പാരന്റ്സിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോവുക. അപ്പൊ നമ്മുടെ പേര് ചോദിക്കും, നമ്മുടെ വീട്ടുപേര്, കൂടെ വന്നത് ആരാ, അവരായിട്ടുള്ള റിലേഷൻ എന്താ, നമ്മുടെ അഡ്രസ്സ് എന്താ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. അത് ഏത് സ്കൂളിൽ നമ്മൾ ചെന്നിരുന്നെങ്കിലും എല്ലായിടത്തും അത്തരം ഒരു ഡാറ്റ അവർ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അതാണ് പേഴ്സണൽ ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതെല്ലാം അതിൽ ഇൻവോൾവ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ പറയില്ലേ സ്കൂൾസിൽ നിന്ന് നമ്മൾ TC കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ടല്ലേ വരിക. അതായത് ഒരു സ്കൂളിൽ നിന്ന് പുതിയൊരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു കുട്ടി വരുമ്പോൾ അത് ആ സ്കൂൾ കഴിഞ്ഞ് പഠിച്ചു പോയ സ്കൂൾ ഏതായിരുന്നു, എന്നാണ് അവിടെ ജോയിൻ ചെയ്തത്, എന്നാണ് അവിടുന്ന് വന്നത്, എന്ത് കാരണം കൊണ്ടാണ്, ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്നുള്ളത് അറിയണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററിയാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ എന്ത് തരം ഫാമിലിയാണ് ആ കുട്ടിക്കുള്ളത്? ന്യൂക്ലിയർ ഫാമിലി ആണോ അതോ ജോയിന്റ് ഫാമിലി ആണോ? എത്ര പേരുണ്ട് ആ വീട്ടില്? പിന്നെ ആരൊക്കെ ഉണ്ട്, സിബ്ലിങ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട്? പിന്നെ ആ കുട്ടിയുടെ ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ ഇൻകം ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം അത്തരം കാര്യങ്ങൾ, ആ ഫാമിലിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഫാമിലി ഹിസ്റ്ററി മനസ്സിലാക്കുന്നു. ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡാറ്റ. ഫിസിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ വെയിറ്റ്, ഹൈറ്റ് മുതലായ കുട്ടിയുടെ ഫിസിക്കലി ഉള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മെഡിക്കൽ റിപ്പോർട്ട്, അതായത് എന്തെങ്കിലും ഇപ്പം ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന, അതായത് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൂടി എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉള്ളതാണോ, എന്തെങ്കിലും സിവിയർ ആയിട്ട് ലീവോ കാര്യങ്ങളോ എടുത്തിട്ടുള്ള ആളാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ കുട്ടിയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അത് വെക്കുന്നത്. ഇനി അതുപോലെ സൂക്ഷിക്കുന്ന മറ്റൊന്നാണ് അറ്റൻഡൻസ്. അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയില്ലേ, ചിലപ്പം ഒരു സെമ്മിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർ എന്ന് പറയുമ്പം 100 ക്ലാസ് ആണെങ്കിൽ എത്ര ക്ലാസ് ആ കുട്ടി അറ്റൻഡ് ചെയ്തു, അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ്സുകൾ എന്ത് കാരണം കൊണ്ടാണ്, ഇവർ ആബ്സെൻസ് മാർക്ക് ചെയ്യില്ലേ, അതുപോലെ അത്തരം ഒരു റെക്കോർഡും സൂക്ഷിക്കുന്നുണ്ട്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അനാലിസിസ് റിപ്പോർട്ട്. സൈക്കോളജിക്കൽ അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പല അസസ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും ചിത്രം വരച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും സൈക്കോളജിക്കലി എന്തെങ്കിലും അവർക്ക് ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ചില ടെസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, ഈ അല്ലാതെയും കോ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ഇട്ട് സൈക്കോളജിക്കലി അവർ ഹെൽത്തി ആണോ എന്ന് നോക്കുന്ന പലതരം റിപ്പോർട്ടുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് കൂടുതലും അറിയുന്നത് സ്കോളാസ്റ്റിക് ഡെവലപ്മെന്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ ഓണപരീക്ഷ ഉണ്ടാവും, ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവും, കൊല്ലപരീക്ഷ ഉണ്ടാവും. അങ്ങനെ 3 പരീക്ഷയ്ക്ക് അതിന് പല സബ്ജക്ട്സ് ഉണ്ടാവും. ആ ഓരോ സബ്ജക്റ്റിലും കുട്ടിക്ക് കിട്ടിയ മാർക്ക്, ക്ലാസ്സിൽ ആ കുട്ടിയുടെ റാങ്ക് എത്രയാണ്, അതിനെക്കുറിച്ചും ഒരു റെക്കോർഡ് സൂക്ഷിക്കുന്നുണ്ട്. അതാണ് സ്കോളസ്റ്റിക് അച്ചീവ്മെന്റിൽ വരുന്നത്. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പോർട്സിൽ ആ കുട്ടിയുടെ മികവ്. ഇപ്പം നമ്മുടെയൊക്കെ കൂടുതലും ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ആർട്സിനും സ്പോർട്സിനൊക്കെ ഒത്തിരി വാല്യൂ കൊടുക്കുന്നതാണ്. മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചധികം ആ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളുകളാണ്. അപ്പൊ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സ്കോളാസ്റ്റിക് ഡെവലപ്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കോ കരിക്കുലർ. അതിൽ ആ കുട്ടിയുടെ പെർഫോമൻസ്, ആ ഒരു വർഷത്തെ പെർഫോമൻസ് എന്താണ്,
പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, പേഴ്സണൽ ഹൈജീൻ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ആർട്സ്, ലൈബ്രറി ആക്ടിവിറ്റീസ്, അതൊക്കെ വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവ്, ഭയങ്കര ജെനുവിൻ ആയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര റിലയബിലിറ്റി, നല്ല സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഇതും കൂടെ റെക്കോർഡിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇപ്പം നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഒരു കുട്ടി ഒരു സ്കൂളിലേക്ക് വരുമ്പം ആ കുട്ടിയെക്കുറിച്ച് അറിയാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ആ റെക്കോർഡിൽ വേണം. അതുകൊണ്ട് ആ കുട്ടിയുടെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് റെക്കോർഡിൽ ആദ്യം ആ കുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം, ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ഹിസ്റ്ററി വേണം, പിന്നെ എന്തൊക്കെ വേണമായിരുന്നു? മെഡിക്കൽ റിപ്പോർട്ട് വേണം, അറ്റൻഡൻസ് വേണം, പിന്നെ സ്കോളാസ്റ്റിക് ഡെവലപ്മെന്റ് വേണം, സൈക്കോളജിക്കൽ അനാലിസിസ്, കോകരിക്കുലർ ആയിട്ടുള്ള ആ ഒരു ഇമ്പ്രൂവ്മെന്റ് എല്ലാം വേണം. അപ്പം ഇത് ഇങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ, അതായത് പഠിത്തം മാത്രമല്ല കോകരിക്കുലർ ആക്ടിവിറ്റീസും ആ കുട്ടിയുടെ ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടും എല്ലാം അറിയുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ മറ്റ് സൈക്കോളജിക്കൽ അനാലിസിസ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ കുട്ടികൾ പഠിക്കുന്ന കാര്യമൊക്കെ ഈ റിപ്പോർട്ട് വൈസ്, അതായത് ഇവർക്ക് കിട്ടുന്ന എക്സാം വൈസിൽ ഈ കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, കോകരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പൊ സ്ലോ ലേണേഴ്സ്, ഭയങ്കര പയ്യെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും കൂട്ടത്തിൽ. അപ്പം ഇവർക്ക് ഏതിലൊക്കെയാണ് കൂടുതൽ കഴിവ്, എന്നാൽ ഏതിലൊക്കെയാണ് ഇവർക്ക് കുറച്ച് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് നോക്കി ടീച്ചേഴ്സിന് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒരു നല്ല വേർഷനിലേക്ക് ടീച്ചേഴ്സിന് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിന്റെ സ്കോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇന്റേണൽ അസസ്മെന്റ്, ഇപ്പം ഒരു കുട്ടി പഠിക്കുന്നുണ്ട്, ആ പഠിക്കുന്നതിൽ നല്ല മാർക്ക് ഉണ്ടെന്ന് കരുതി അത് മാത്രമായിരിക്കും ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയുടെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയായിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ എല്ലാ ആംഗിളിലും നമുക്ക് ആ കുട്ടിയെ അസസ് ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഉദ്ദേശം. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്നത് പോലെ ഈ റെക്കോർഡൊക്കെ സൂക്ഷിക്കുന്നത് തന്നെ ഹയർ ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷന് വേണ്ടി, അതായത് ആ കുട്ടിയുടെ പെർഫോമൻസ് എന്താണെന്ന് നോക്കിയിട്ടല്ലേ തൊട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വിടുന്നത്. അപ്പൊ പ്രൊമോഷൻ ടു ഹയർ ക്ലാസ്സസ്, പിന്നെ ആ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ്, പിന്നെ അതുപോലെ കോമ്പിറ്റൻസ്, സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഒരു ഗൈഡ് ലൈൻസ് സ്കൂളിൽ എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതായത് ഇപ്പം സെക്കൻഡറി എഡ്യൂക്കേഷൻ പറയുന്നുണ്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് എല്ലാ സ്കൂളുകളിലും മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്, യൂണിഫോം ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിൽ ഗൈഡ് ലൈൻസ് മെയിൻ ആയിട്ട് പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ ആണ്. അതിൽ യാതൊരു രീതിയിലും ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുട്ടികളുടെ പേഴ്സണൽ ഡാറ്റ, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ആ കുട്ടിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ഇൻഫോർമേഷൻ അത് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിന്റെ അപ്പുറത്തേക്ക് അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു ഗൈഡ് ലൈൻ പോയിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് എങ്ങനെയൊക്കെയാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതേ രീതികളിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. Thank you.